മാംഗോ എന്ന മക്കാവയുടെ കിളിക്കൊഞ്ചലും വെള്ളപ്പാമ്പിനൊപ്പം സെൽഫിയും മാമ്പഴക്കാലം എന്ന് പേരിട്ട് കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന ആദ്യ എക്സിബിഷൻ ഫുൾ ടൈം വിനോദം പകരും. പലയിനം പക്ഷികൾ, പൂച്ചകൾ, എലികൾ തന്നെ പല വർഗം. ഇവരിൽ ചിലർ വിദേശികളും സ്വദേശികളും. പക്ഷേ ഇവരെല്ലാം ഇപ്പോൾ തിരുവനന്തപുരം സ്ലാങ് മനസ്സിലാക്കുന്നവരായി. സെൽഫി പോയിന്റിൽ പണം നൽകി പാമ്പിനെ കഴുത്തിൽ ആഭരണമാക്കി ധൈര്യശാലിയുമാകാം. ഫാമിലീസൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇന്നലെ നല്ല തിരക്കായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് 2 ദിവസം കൊണ്ട് തന്നെ കൊല്ലം നമ്മളെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് തന്നെ ഉറപ്പായിട്ടും പറയാം. അലങ്കാര മത്സ്യങ്ങൾ, അപൂർവ ഇനം ബാൾ പൈത്തൻ, ഇഗോന, സൾഫർ കസ്റ്റഡ് കൊക്കാറ്റു, സൺ കോനീർ, പറക്കുന്ന അണ്ണാൻ, പൈനാപ്പിൾ കോനീർ, ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, ഫാൻഡിയിൽ തുടങ്ങി അരുമജീവികളെ പരിചയപ്പെടാം. മാംഗോ മക്കോവ മൂഡിലാണെങ്കിൽ അത്യാവശ്യം മലയാളികളെ ഭാഷയാൽ കൈകാര്യം ചെയ്യുമെന്ന് സംരക്ഷകനായ ഷമീർ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുക. അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടിരുന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നോക്കും. ഇവരെ ബേസ് എന്ന് പറഞ്ഞാൽ ഇത് ബ്ലൂ ആൻഡ് ഗോൾഡ് എന്ന് പറയും. മക്കാവയിലെ ഏറ്റവും ബേസാണ് ഇവർ ബ്ലൂ ആൻഡ് ഗോൾഡ്. ഇവർക്ക് ഇപ്പോൾ ഒരു 3 വയസ്സായി. നമ്മൾ വിളിക്കുന്നത് പിന്നെ മാംഗോ എന്നാണ് വിളിക്കുന്നത്. കേരള മാംഗോ ഗ്രോവേഴ്സ് കൺസോർഷ്യം, മങ്ങനാശ്ശേരി അഗ്രികൾച്ചറൽ ഫാം, SR കണക്ടേഴ്സ് തിരുവനന്തപുരം എന്നിവയുടെ നേതൃത്വത്തിലാണ് എക്സിബിഷൻ. വന്നതേ ഉള്ളൂ, കാണാൻ പോകുന്നതേ ഉള്ളൂ. കയറി വന്നപ്പോൾ തന്നെ കൊള്ളായിരുന്നു. വിവിധ രുചികളിലുള്ള പായസങ്ങളുടെ മേളയും പ്രദർശന നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട്. ജൂലൈ 7 വരെ കൊല്ലം ആശ്രാമത്തെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക നിലയത്തിലെ മാമ്പഴക്കാലം ആസ്വദിക്കാം. കൈരളി ന്യൂസ്, കൊല്ലം.